മുത്ത എവിടെ? അവള് വന്നെന്ന് അറിഞ്ഞോണ്ട് കാണാൻ വന്നത്. പെണ്ണ് കുളിക്കാൻ കയറിയിട്ട് കൊറേ നേരമായി. മുത്തേ, എടി സുലിച്ചേച്ചി വന്നേക്കണ് നിന്നെ കാണാൻ. ഇനി 1 മണിക്കൂർ എടുക്കും. എങ്ങനെയുണ്ട് അവിടെ? ഹോസ്റ്റലൊക്കെ കാര്യമൊന്നും പറയണ്ട, നീ കണ്ട അന്തം വിട്ടുപോകും. ഉണങ്ങി ഒരു അസ്ഥി പോലെ ആയെന്ന്. അന്നേരം ഒരു ദേഷ്യം. അവിടുത്തെ ആഹാരം ഒന്നും ശരിയല്ലെന്ന്. ഈ കണക്കിന് നന്നായിരിക്കും അവിടെ പഠിപ്പിച്ചാണ്. പക്ഷെ അവക്ക് ഇവിടുത്തേലും ഇഷ്ടം അവിടെ തന്നെ. കൊച്ചുങ്ങളല്ലേ, അവർക്കറിയാമോ കൂട്ടുകാരെ കൂടെ? എങ്കിൽ പിന്നെ PGക്ക് വല്ലതും ആക്കി കൂടെയിരുന്നോ? PG നോക്കണേ പ്രാവശ്യം. സുലിച്ചേച്ചി പറയണേ, ഈ PG എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഒരു വീടെടുത്ത് കുറച്ച് പിള്ളേരും കൂടെ താമസിക്കും അങ്ങനെ. അപ്പൊ അവര് വീട്ടിലുണ്ടാക്കണ ഭക്ഷണം പിള്ളേർക്കും കൊടുക്കും. അത് നല്ലതാ. വീട്ടിലെ ആഹാരം ആകുമ്പോ കൊച്ചുങ്ങൾ അങ്ങനെ എന്തെങ്കിലും നോക്കണേ. ഇനി ക്ലീറ്റോ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. എടേ സുലു, പിന്നെ നിന്റെ അവനോട് പറഞ്ഞ ലല്ലു 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 മറന്നു. ലല്ലു ലുല്ലു അവനല്ലേ ഇതാണ്ട് ഈ പുറകോശം ഇങ്ങനെ ഉന്തി കുനിഞ്ഞു കിടക്കുന്ന ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്നത്. ഇന്നലെ ഇന്നലെ അവന്റെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നല്ല. ചേച്ചിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതാരാ? അത് ലല്ലുവിന്റെ കൂട്ടുകാരെ ഉണ്ട്, അവന്റെ അനിയത്തിയാ. ഓ അത് ശരി. എന്തെങ്കിലും വെറുതെ വന്നതാ? ഇല്ല, അവക്ക് എന്തോന്ന് ഒരു ഇന്റേൺഷിപ്പാ എന്തിന്റെ ഉണ്ട്. അങ്ങനെ കുറച്ചു ദിവസം ഇവിടെ നിക്കാൻ വേണ്ടിട്ട് വന്നു. നമ്മുടെ വീട്ടിലാ നിക്കണത്. അപ്പൊ ആ കൊച്ചു ഹോസ്റ്റലിലല്ലേ? ഇല്ല, ഹോസ്റ്റലിൽ ഈ പറയും പോലെ നല്ല ഫുഡൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് നമ്മളടുത്ത് നിൽക്കണം. അപ്പൊ പോകും ഉടനെ? ഇല്ല, കുറച്ചു ദിവസം ഉണ്ടാവും. അപ്പൊ അവരുടെ വീട്ടുകാരങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിക്കാൻ സമ്മതിക്കുമെന്നേ? ഇല്ല, വീട്ടുകാരുമായിട്ടൊക്കെ നമുക്ക് നല്ല അടുപ്പമുണ്ട്. പിന്നെ എറണാകുളത്തൊക്കെ പഠിച്ച പിള്ളേരല്ലേ, അവരൊക്കെ അങ്ങനെയൊന്നും. ഓ അത് ശരി. ഇന്നലെ ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു മായ പോലെ കണ്ട് മുടിയില്ലാന്ന് തോന്നണല്ലേ? ശരിയാ, ഞാനും ചെറുതായിട്ടൊന്ന് കണ്ടു. പക്ഷെ കൊള്ളേട്ടാ, പിടിക്കുക. പാവം കൊച്ചാ. ഈ പെണ്ണ് എന്തിരികെ വരാത്തെ? മുത്തേ, എടി ഇവിടെ വാടി ഒരാള് കാണാൻ വന്നിട്ട് നീ കുളിമുറി കയറി തപസ് ചെയ്യാണോ? അയ്യോ അല്ല, ഞാൻ മുടി ഉണങ്ങിക്കൊണ്ടിരുന്ന. സുൽചേച്ചി എത്ര നേരമായി വന്നിട്ട്? എത്ര നേരായി? നോക്ക് നോക്ക് മുത്തേ, ഫുഡൊന്നും കഴിപ്പില്ലല്ലേ? ആര്? കണ്ട അമ്മക്കൊക്കെ ഭയങ്കര വിഷമം. എന്തിന്? ഇരിക്കണ കണ്ടോന്നേ അമ്മുമ്മേ, ഞാനല്ല. ഇപ്പോഴും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? മെലിഞ്ഞു, ഒരുപാട് മെലിഞ്ഞു. കിട്ടണൊക്കെ അങ്ങ് കഴിക്കണോ അല്ലേ? അല്ലാതെ അങ്ങനെ കൃത്യനിഷ്ഠയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കഴിക്കാൻ പറ്റും. നമ്മളിപ്പോ വീട്ടിലുള്ള ഫുഡ് തന്നെ കിട്ടണോന്നില്ലല്ലേ? ഇവളുടെ പ്രായമാണോ ആ കൊച്ചവിടെ വന്നേക്കണേ? അത്രേ ഉള്ളൂ. ആണല്ലേ? അത്രയൊന്നും അല്ല. ആ പിന്നെ അതെങ്ങനാ ഇതെങ്ങനാ? പക്ഷെ പ്രായമൊന്നുമില്ല കൊച്ചിന്. ഇച്ചിരി കൂടി സൈസ് ഉണ്ട്. ഏത് വെച്ചമ്മ? ഒന്നുമില്ല, അതേ ലല്ലുവിന്റെ ഒരു കൂട്ടുകാരി അവിടെ താമസിക്കാൻ വേണ്ടി വന്നേക്കണ്. ലല്ലുവിന്റെ കൂട്ടുകാരി അല്ലല്ലോ, ലല്ലുവിന്റെ കൂട്ടുകാരന്റെ അനിയത്തി. നല്ല മിടിക്ക് കൊച്ചു. പക്ഷെ ഇവിടെക്കാരി ഇച്ചിരി സൈസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല മിടിക്കുക. അത് നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുക. ഇവളെ പോലെ അല്ല, കിട്ടണയൊക്കെ അങ്ങ് കഴിക്കണം. നമ്മള് വീട്ടിലെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് വാ ഇടയ്ക്ക്. ഞാൻ ബിരിയാണി വെച്ച് തരാം. കുറെ നാളായാലും എല്ലാം. തമ്പിയണ്ണനെ കാണാനില്ലല്ലോ. തമ്പിയണ്ണനെ ചേട്ടൻ ഇനിയിപ്പം പരിപാടിയുണ്ട്, സീസൺ തുടങ്ങിയല്ലോ. പോട്ടെ എന്നാ, മുത്തിനെ കാണാൻ വേണ്ടിട്ട് എത്ര സമയത്ത് എത്ര നേരമായി വന്നിരിക്കുന്നു. ഇടയ്ക്ക് അങ്ങോട്ട് വാട്ടാ. ഓ ശരി ആന്റി. കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? കൊറേ നേരമായി ഞാൻ വന്നിട്ട്. മുടി ഉണക്കിയില്ലെങ്കിൽ ജലദോഷം പിടിക്കും. മകളെ, രാഷ്നാഥി പോതി എടുത്ത് ഉച്ചിലോട്ട് തടവ്. അതാണോ? ഉണങ്ങി. കൂട്ടുകാരന്റെ അനിയത്തിയാണോ? കൂട്ടുകാരന്റെ അനിയത്തിയാണോ? അല്ലേ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ അതിൽ കണ്ടപ്പോഴത്തേന് രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്ന പോണേണ്ടത്. എന്തായാലും
അവന്റെ കൂടെ പഠിക്കുന്ന പെണ്ണൊന്നുമല്ല, എന്തായാലും കൂടെ പഠിക്കുന്ന പെണ്ണല്ല. ഒന്നുമല്ല, കിട്ടിയതാണ് അവള്. എനിക്ക് അങ്ങനെ തോന്നുന്നു. കെട്ടിയതൊന്നും ആവത്തില്ല, ഒരു കൊച്ചു പെണ്ണിനെ പോലെ. കെട്ടിട്ടില്ല. എന്ത് കൊച്ചു കുഞ്ഞ് അല്ലടിയ ഒന്നും പറയാൻ പറ്റില്ല ലില്ലി. കെട്ടിയിട്ടില്ല, പക്ഷെ കെട്ടു. താമസിയാതെ കെട്ടും. ചിലപ്പോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സുലി ചേച്ചി വല്ലതും അറിയാൻ പോകുന്നു. അല്ല, അവക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഈ ചേച്ചിനാണ് സമ്മതിക്കുന്നത്. ഒരു പെണ്ണ് വന്ന് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ചോദിക്കത്തില്ലേ? അവക്കെല്ലാം അറിയായിരിക്കും, പറയാത്തോണ്ടാ ആയിരിക്കും. തമ്പിയാണ്. തമ്പിയെന്തെങ്കിലും ചോദിച്ചൂടെ? ബെസ്റ്റ്. തമ്പിച്ചേട്ടൻ എവിടെയല്ലേ അല്ല അവിടെ. തമ്പിയണ്ണൻ ഒരു വിലയില്ല. പക്ഷെ എനിക്ക് തോന്നണുണ്ടല്ലോ അമ്മേ, ഇതുങ്ങള് ഈ പെണ്ണിന്റെ വീട് അറിയാതെ ഒളിച്ചോടി പോന്നേക്കണം. അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ആക്കൂല്ലേ? അതെന്ത് വീട്ടുകാര്? അതാ ഞാൻ പെൺകൊച്ചു വീട്ടിൽ നിന്ന് പോയിട്ട് അവര് തിരക്ക്. ഞങ്ങള് കണ്ടതാ, ഞാനും ഇവിടെ കണ്ടു. നീ ഇറക്കിറങ്ങി വന്ന വരവ് കാണണം. കെട്ടിപ്പിടിച്ചിരിക്കുവാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ കോലോ ജീൻസ് ഒക്കെ പിന്നെ എല്ലാ പിള്ളേരും ഇടും. എങ്ങനെയാണ് അത്? ഒരു കടുപ്പം തന്നെ. എന്നാൽ ഇത് കൊറേ കടുപ്പാണോ? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സുലിച്ചേച്ചിനെ പറയുള്ളൂ. സത്യം, സുലിച്ചേച്ചിനെ പേടിയില്ല. ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ എന്തോ, എനിക്ക് കണ്ടാ ഞാൻ കലി വരും. ഞാൻ അമ്മ ഒന്നും പറയാൻ ചേച്ചിയൊന്നും പറയാൻ പോലെ. റൊണാൾഡ്, നീ എവിടെ പോയതാടാ? കാലം വരെ കട്ടൻ ചായ, മുറുക്ക്, 4 പെണ്ണുങ്ങൾ, ചൂടുള്ള അന്തസ്. നുണയൊന്നും അല്ല. നീ വല്ല അറിഞ്ഞായിരുന്നോ? എന്ത്? മറ്റേ ലല്ലുവിന്റെ കാര്യം അത് ഇപ്പഴാണോ അറിയുന്നേ? ഞങ്ങളിപ്പഴല്ല അറിഞ്ഞാ കവല മുഴുവനും പാട്ടായി. നായരായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചെന്ന്, നാടകാരെ തമ്പിയുടെ അളിയിൽ ഏതാ ഒരു പെണ്ണിനെ കൊണ്ട് കിടന്ന് കറങ്ങുന്നത്. അപ്പൊ നമ്മള് മാത്രമാണോ പറയുന്നത്? നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. ഈ കവല ചൊറിയും കുത്തിരിക്കുന്ന വല്യപ്പന്മാരുടെ സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ബൈക്കിലെടുത്ത് അത്ര ശരിയല്ലെന്നാണ് കേട്ടത്. അത് തന്നെയാണ് ഒളിച്ചോടി പോന്നതാ. അധികം താമസിയാതെ നമ്മള് കല്യാണം കഴിഞ്ഞെന്നുള്ള വാർത്തയെ കേൾക്കും. കല്യാണം കഴിയുകയാണെങ്കിൽ അവിടെ വിളിച്ചൊരു വിരുന്ന് കൊടുക്കണം. വിരുന്ന് കൊടുക്കാൻ എന്നാ പിന്നെ കെട്ടിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാതെ അതല്ലേ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. നമുക്ക് തന്നെ അത് തന്നെ നമുക്കെന്ത് അങ്ങനൊന്നും നടക്കത്തൊന്നുമില്ല. ഈ പണ്ട് ഈ ബ്രോക്കർ കൊണ്ടുവരുന്ന ചെറുക്കന് മുമ്പ് തലകുനിക്കുന്ന പരിപാടിയൊക്കെ വിട്ട് ഇപ്പോഴെന്ന ഒരു ചെറുക്കനും പെണ്ണിനോട് ആദ്യമേ പ്രണയിക്കും. എന്നിട്ട് ഒരുമിച്ച് ഇവർ ഒരു മാസം താമസിക്കും. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ താലി കെട്ടത്തുള്ളൂ. അതാ ട്രെൻഡ്. എന്നാലും ലല്ലു ഒപ്പിച്ചു കളഞ്ഞല്ലോ. അവൻ ഇവിടെയൊക്കെ നിൽക്കുമ്പോ നമ്മൾ അറിഞ്ഞ എറണാകുളത്തുള്ള പെണ്ണിനെ പോയി പ്രേമിച്ച് കൊണ്ടുവന്നവൻ. അപ്പൊ ഇതാണ് അന്താള്. ഹലോ, ഹായ്. ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലേ? ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഇവിടെ ഇവിടെ? ആ. അവിടെ എവിടെ? സുലാന്റെ വീട്ടില്. സുലുവാൻറ്റിയുടെ വീട്ടില്? സുലുവാൻറ്റിയുടെ ആര്? സുലുവാന്റെ ആരല്ല, തമ്പി ഉണ്ടായിരിക്കലാണ്. അല്ലല്ല, പിന്നെ ലല്ലുവിന്റെ ലല്ലുവിന്റെ ആര്? ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ? ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോ? ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോ ചേട്ടൻ എന്തൊക്കെ അറിയാ? ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പം കൂടെ പഠിച്ചവരും, പിന്നെ നമ്മള് മൊബൈലിൽ കൂടെ പരിചയപ്പെടുന്നവരും, പിന്നെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് കാണത്തില്ലേ, പിന്നെ കൂട്ടുകാരിൽ അനിയത്തി വരും. അങ്ങനെ അത് അതില് ലാസ്റ്റ് പറഞ്ഞത് ചേട്ടന്റെ പേരെന്താ? റൊണാൾഡ്. റോണോ ബ്രോ എന്ന് വിളിക്കും. വീട്ടുകാരെയൊക്കെ അറിഞ്ഞു? ഞങ്ങൾക്ക് അറിയിക്കണം എന്നാണ്. മീറ്റോ? അത് പത്രത്തിനകത്തൊക്കെ വരുന്ന എന്തോ സംഭവല്ലേ? അത് മീറ്റു. എന്റെ പേര് മീതിക. ലൽസനെ മീറ്റു എന്നാ വിളിക്കുന്നത്. ലൻസ? ഇത് നീ ഇവിടെ ഒക്കെയാണ്? എത്ര നേരമായിട്ട് നോക്കണം. ചേച്ചി ഇവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടനായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാ? എടാ ലല്ലു, നീ എവിടാ? ഞാൻ ഇപ്പൊ കൊച്ചിയിലാണ്. കൊച്ചിയിലെവിടെയാണ്? കൊച്ചിയിലമ്മ ഫോർട്ട് വെച്ചിട്ട് വരും. നിനക്ക് ഫുള്ള് എറണാകുളം സ്ലാങ് ആണല്ലേ? ഇപ്പൊ നിങ്ങ അതല്ലേ ഇപ്പൊ പറയണേ? പറഞ്ഞ നേരാണല്ലേ? ചായ കുടിച്ചിട്ട് വരാം. എന്നാ ചായ കുടിച്ചിട്ട് വരട്ടാ, കാണാം. എന്താ ഇങ്ങനെ ചായ വര കുത്തിയവനൊക്കെ ഇത്ര നല്ല പിള്ളേര്. എന്റെ പെണ്ണുങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കട്ടെ.
ക്ലീറ്റോ ഞാൻ വേറെ കാര്യം പറയട്ടെ. എന്തേ ദേ, ആ പെണ്ണൊന്നും കഴിക്കണില്ല കേട്ടോ. എന്ത് വയറിനുള്ള അസുഖമുണ്ടോ? വയറിന് അസുഖം ഉണ്ടായിട്ടല്ല, പിന്നെ നമുക്ക് പുറത്തുനിന്ന് മന്തി മേടിച്ചു കൊടുക്കാൻ. പാവം ഒരു കണക്കിനൊക്കെ ശരിയല്ലേ ക്ലീറ്റോ? ഹോസ്റ്റലിൽ നിന്ന് അതെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ അറിയുന്ന കുഴപ്പം? പുറത്തുനിന്ന് കഴിക്കാനാ. എന്തേ? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പത്രത്തിലൊന്നും വായിക്കണില്ലേ, പുറത്തുനിന്ന് കഴിച്ച ആളുകൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിച്ചിട്ട് മറ്റേ ഭക്ഷ്യ വിഷബാധ അടിച്ച് മരിച്ച് ആശുപത്രിയിൽ അങ്ങനെ ഇങ്ങനെ കിടക്കണമെന്ന് നിനക്ക് അറിയണില്ലേ? നീ പിന്നെ എന്ത് ചെയ്യണമെന്ന് മര്യാദയ്ക്ക് വീട്ടിൽ വല്ലതും ഉണ്ടാക്കി കൊടുക്ക്. ഒന്നാമത് ഇപ്പോഴത്തെ ഒരു ഹോട്ടലിൽ കയറിയും വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂല. അടുക്കളകളൊക്കെ ചെന്ന് കാണണം. മനുഷ്യൻ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ ആ പരിസരത്തോട്ടേ പോകൂല. അതൊക്കെ എങ്ങനെ ഇവിടുത്തെ അധികാരികൾക്ക് അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സമയമിരിക്കുന്നത്? അവർക്ക് നേരെ പോയി സ്പാ കൂട്ടിക്കുക. സ്പായിൽ പോയി ഇന്നവർ ആരും മരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഇതുമാതിരി എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അതിൻ്റെ പുറകെ പോയി അതൊക്കെ ഒന്ന് പരിശോധിച്ച് വൃത്തിയായിട്ട് ഹോട്ടലിൽ നടക്കണുണ്ടോ ഇല്ല അതൊക്കെയല്ലേ നോക്കേണ്ടത്. ആരോട് പറയാൻ? പോവണ്ട, തീർന്നല്ലോ. സാധനം വാങ്ങിച്ചാൽ എവിടെ വെക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? മന്തിയാ? മന്തിയോന്ന് ചോദിച്ചാൽ എന്തോന്ന് മന്തിയാ? ഈ യൂട്യൂബ് എടുത്ത് നോക്കി അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആ കുറച്ച് നേരത്തേക്ക് ഈ വീട് പുകഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഒരു മറുപടി ഞാൻ കണ്ടെത്തി. ഇത് ആരെങ്കിലും കൊന്നാ? നീ വരവൊക്കെ കണ്ടാത്തൊന്നും അങ്ങനെ എന്തോ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്ന പോലെ. താഴത്തെ പറക്കല്ലല്ലുവിന്റെ കൂടെ വന്നത് ആരാ? അവന്റെ കാമുകി, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അവന്റെ സ്വന്തം മേനെ പ്യാക്കിയ കാമുകയാണോ? ആന്നേ. പറഞ്ഞോ? ഞാൻ മടലും വെട്ടിക്കൊണ്ട് വരുമ്പോ ഇവിടെ ഇല്ലാത്ത വാഴക്കുമ്മിന്ന് ഒരിക്കലും വരാത്ത തേൻ കുത്തിയിടുന്നു. ഞാനിങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഗേൾ ഫ്രണ്ട് ആണെന്ന്. ഞാൻ പറഞ്ഞു ഗേൾ ഫ്രണ്ട് ഏത് വിധത്തിലെന്ന് പറഞ്ഞപ്പം ഒരു നാണമൊക്കെ വന്നിട്ട് തള്ളവറിൽ വെച്ച് ആ മണലിനകത്തിട്ടൊരു കറക്ക്. എന്താണ് അതിന്റെ അർത്ഥം? അവര് തമ്മിൽ സ്നേഹം കെട്ടാൻ തീരുമാനിച്ചു. ഇവിടെ ചേച്ചിയെ പരിചയപ്പെടുത്താനും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ. അല്ല ഈ തമ്പിയും സുലുവൊന്നും അവിടെ അവരുടെ സമ്മതം. അവൻ എന്തിന്? അവന് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ട്. അവളെ പോറ്റാൻ കഴിവുണ്ട്. അവന് കൊണ്ടുപോകൂടെ? അവനെന്ത് വരുമാനം? അവനിപ്പോ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ എന്താ പരിപാടിയാ എന്റെ അടുത്ത് പറഞ്ഞത്? ജോലി ഉണ്ടാവും. ആ പെണ്ണ് നല്ല വീട്ടിലെ പെണ്ണാന്ന് തോന്നുന്നു. എന്നിട്ടേ എന്നോട് സംസാരിച്ചിരുന്നോ പെട്ടെന്ന് അവൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനോട് എന്താ കൊച്ചിയിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ സമ്മതിക്കുന്നില്ല. ഉടനെ തോളെ കഴിഞ്ഞിട്ടുണ്ട്. അവള് പിടിച്ചു വലിച്ചോണ്ട് ഒരു പോക്ക്. അതുമല്ല, അവൾ അവനെ വിളിക്കുന്നത് ലൽസ്. ലൽസ്. അവൻ അവളെ വിളിക്കുന്നറിയോ? മേത്ത. മെത്ത. മീത്തു. അങ്ങനെ എന്തോ ഒരു തത്തത്താ പേര്. അതെന്തെങ്കിലും ആവട്ടെ, സത്യം പറയാലോ. ഞാന് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽ 2 നേർച്ചയാണ് നേർന്നത്. ഒന്ന് നമ്മളെ മനസ്സ് മാറ്റിയൊന്നും അവൻ കൊണ്ടുപോകാതിരിക്കാനും, പിന്നെ അവൻ്റെ തലയിൽ വേറെ ഏതെങ്കിലും വന്ന് വീണ്. എന്തായാലും 2 നടന്ന കർത്താവേ നീ വലിയവനാണ്, അതുകൊണ്ട് 2 നേർച്ച നടത്തണം. ഇപ്പോഴാണ് എൻ്റെ ചങ്കിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിയത്. മച്ചമ്പി വെറുതെ ഒരു നേർച്ചയുടെ പൈസ വേസ്റ്റായില്ലേ? അതിലും നല്ലത് നമ്മുടെ മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന പ്രാർത്ഥിച്ച് മറിച്ചാൽ പോലെ. പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള തന്തയുടെ വിഷമം വേദന ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കേട്ടാ. നന്നായി. ഇനിയിപ്പോ ഉണ്ടല്ല, ഇനി അവൻ ആരെങ്കിലും അതിനെ എതിർത്താൽ പോലും ഞാൻ നിന്ന് നടത്തി കൊടുക്കും. നമ്മള് രക്ഷപ്പെട്ടല്ലോ. എന്തായാലും ഇത് എവിടെന്ന് എവിടെന്നോ ആവട്ടെ, ഞാൻ ആലോചിക്കണേ. അത് നന്നായി. അവന്റെയൊക്കെ തലയിൽ നാളെ ഇങ്ങോട്ട് വന്നിട്ട് അല്ല നമ്മളെ കൊച്ചു സേഫായി. ഇനി എങ്ങാനും തമ്പിയണ്ണൻ ഈ ആലോചനയ്ക്ക് എതിര് നിൽക്കുവാണ്, താപതിയാതെ താഴെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അത് എന്തിനാ അങ്ങനെ തമ്പിയെ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ തമ്പി കൊണ്ട് അവർ ഒരു കുടുംബം ആവട്ടെ, ജീവിക്കട്ടെ. ഒട്ടക്രസാണോ? മുട്ട പൊട്ടിച്ചു തോന്നുമ്പോ സുന്ദരിയാണ്. എന്നോടൊക്കെ എപ്പോഴും കാര്യം പറയും. അപ്പൊ കൊറേ ദിവസമായി വന്നിട്ട്? ഒരു 2-3 ദിവസമായി. അത് ഞാൻ വന്നിട്ട് 2-3 ചേച്ചി വന്നതിന്റെ പിറ്റേന്ന് തലേ ദിവസം. പിന്നെ ആ ചേച്ചി എനിക്ക് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ ബന്ധുവല്ലോ ആയിരിക്കും, കസിനെ. ബന്ധമൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ലൈന. അങ്ങനെ നിനക്കറിയാൻ ബന്ധുവല്ലോന്നും? അറിയാൻ ചേച്ചി, അവരെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാ ബൈക്ക് പോകുന്നത്. അതിനെന്നാ നമ്മൾ ബൈക്കിരിക്കുമ്പോ പിന്നെ എങ്ങനെ പിടിക്കണേ? ആ ചേച്ചി ലലു ചേട്ടനെ കെട്ടിപ്പിടിച്ച് തലയൊക്കെ തോളി വെച്ചോണ്ടോ. താമസിക്കാൻ അവിടെ ഇല്ലേ സുലു എൻ്റെ വീട്ടിൽ? ആ ചേച്ചി നല്ല സുന്ദരി ചേച്ചി കാണാൻ. ഭയങ്കര മോഡാണോ? നല്ല ഡ്രസ്.
നല്ല ചേച്ചി സുന്ദരിയാ. ലൈനാണെന്ന് ഉറപ്പാ? ഉറപ്പാ. എപ്പോഴും കാര്യമൊക്കെ പറഞ്ഞു ചേച്ചി കളിച്ചു. കഷണ്ടിക്ക് പരിഹാരവുമായി ഇതാ ജെറൂഷ് തക്കലയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ്, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, അതുല്യമായ സേവനം. ഇനി തലവിധി മാറ്റാം. ചേച്ചി പോയി പറ. നീ എന്നോട് മുത്ത ചേച്ചി എടുത്ത് പറഞ്ഞേ നീ പോയി പറയാ ഞാൻ നിന്റെ കൂട്ടിന് നിക്കത്തേ ഉള്ളെന്ന്. ഇവിടെ വന്നപ്പോ മാറി ചേച്ചി പോയി പറ. നീ പോയി പറ. ഒരു പെണ്ണിന്റെ അടുത്താണോ ചോദിക്കുക ചേച്ചി? നീ എപ്പോഴും ആണ്ടത്തല്ലേ ചോദിക്കത്തുള്ളൂ. എന്നാ പിന്നെ ഈ പ്രാവശ്യം നീ പെണ്ണെന്തായാലും ചോദിക്കപ്പോ ചോദിച്ചു ചേച്ചി. ബാ ഇട്ടായരാ. ബാബാ വേം വാ. നീ എന്താ അവിടെ സംസാരിച്ചോണ്ടെന്നാ? ഒന്നുമില്ലേ? മിഠായി നീ വേണം. എന്തായി? എന്താ സംസാരിച്ചേ? എന്താ വന്നേ? സത്യം പറ. ഇനി ഞാൻ മിഠായി തിരിച്ചു വന്നു. ലല്ലു ചേട്ടനവിടെ? ലല്ലു ചേട്ടൻ ഉറങ്ങും. എന്നാ ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങളുടെ ലൈനാണോ? ആ ലൈന. ശരിക്കും ലൈന? ആ ശരിക്കും. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? പിന്നെ ലല്ലുചേട്ടൻ വേണ്ടേട്ടാ. ലല്ലുചേട്ടൻ കൊള്ളൂല. എന്താ കൊള്ളില്ലാത്ത? ലല്ലുചേട്ടൻ ഇല്ലേ എപ്പോഴും കള്ളു കുടിക്കും. ഭയങ്കര കള്ളു കുടിയാ. ഇപ്പൊ ആരാ കുടിക്കാത്ത? എല്ലാരും കുടിക്കൂലേ? കള്ളു കുടിക്കണ കുഴപ്പമില്ലേ? ഇല്ല. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ? ലല്ലുചേട്ടൻ കള്ളു കുടിച്ചാലും കുടിച്ചില്ലെങ്കിലേ എല്ലാരും ഇടിച്ചടിച്ച് പഞ്ചറാക്കും. അതിപ്പോ ആരൊക്കെ ഉണ്ടാക്കാത്ത? ഇപ്പൊ ഞാനും കൊണ്ടേ ഞാൻ എല്ലാരും ഒക്കെ ഇടിക്കാറുണ്ട്. അതും കുഴപ്പമില്ലേ? ഇല്ലയോ? ചേച്ചിയും കൊണ്ടയാ? ഞാൻ എന്നാ പിന്നെ വേറൊരു കാര്യം പറയട്ടെ? ലല്ലുചേട്ടനെ എല്ലാരെയും ലൈനടിക്കും. കോഴിയാ കോഴി. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്നോട് ട്രൂ ലവാ. ട്രൂ ലവാ? ട്രൂ ലവ് എന്ന് വെച്ചാൽ സത്യമായ ലവ്. നിങ്ങൾ ഇവിടേക്കാണോ? ചേച്ചി ഞാനൊരു സത്യം പറയട്ടെ? ലൈനാ അവര്. ലൈനാണോ? ആ വാ. ടാറ്റാ. ടാറ്റാ. കളിക്കല്ലേ? വലിയ കഷ്ടമായില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കണ? കുഞ്ഞിലെങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. തന്നെ നീ കൊച്ചു പിള്ളേരെ പോലെ കളിക്കല്ലേ? കളിക്കില്ല ഞാൻ. ചേച്ചി ഇപ്പൊ വിളിക്കാം. കളിക്കരുത്. അയ്യേ തന്നെ നീ കൊച്ചു പിള്ളേരെ പോലെ. ചേച്ചി കളിക്കേണ്ടതാ നീ. ബോധമില്ലാതെ നീ എന്തേ നോക്കിക്കണേ? എന്താ ഇവിടെ നിക്കണേന്ന്? എന്തോ സൗണ്ട് എന്തോ. എനിക്ക് തോന്നുന്നു അടിയാണെന്ന് തോന്നുന്നു സുലിയാന്റെ വീട്ടില്. അതിന് അല്ല അപ്പൊ അമ്മയടുത്ത് പറയാം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. എവിടെ അടി നടക്കുന്നത്? അല്ല എന്തോ സൗണ്ട് ഭയങ്കര ബഹളമായിരുന്നു അമ്മ. അതാ പെണ്ണും ചെറുക്കനുമായിരിക്കും. ഏത് പെണ്ണ്? ആ ലല്ലും അതിന്റെ കൂടെ നടക്കണ ഒരു പെണ്ണില്ലേ? ആ അത് എപ്പോഴും അങ്ങനെയല്ലേ? എങ്ങനെ? എപ്പോഴും ഇത് തന്നെ. ഈ ബഹളവും ഒച്ചപ്പാടും കളിയും ചിരിയും. നീ ഇങ്ങോട്ട് വാ. എടി മുത്ത ഇവിടെ വരാൻ. ആ വരൂ. നീ എന്തിനാ നോക്കിക്കണേ? അല്ല ബഹളം എനിക്കറിയില്ലല്ലോ. ഇതാണോ? എന്ത് ബഹളം? ചിരിക്കണ ഒച്ചയല്ലേ കേക്കണേ? ചിരിക്കാനായിരുന്നു? അല്ല കരയുന്നത്.
ശരി ശരി. ആ തമ്പിച്ചേട്ടൻ ഇവിടെ ഇല്ല. മുത്തേ, ഞാൻ പിന്നെ വിളിക്കാമേ. വാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, ഞാൻ ആരെയും കണ്ടില്ല, അപ്പൊ പിന്നെ ആരും ഇല്ലാന്ന് വിചാരിച്ചു. വാ വാ, മിണ്ടാതെ അങ്ങനെ പോയാലോ. വാ. തമ്പികളില്ലേ? ഇല്ല, ഇന്നലെ പറഞ്ഞു തമ്പിച്ചേട്ടൻ മുത്തു വന്നിട്ട് കണ്ടില്ല എന്ന്. വാ വാ വരുമ്പോ ഞാൻ വരാം. വാ, വിശേഷമൊക്കെ ചോദിക്കട്ടെ. വാ. ഓ, എങ്ങനെയുണ്ട് കോളേജൊക്കെ? വാടി. കോളേജൊക്കെ കൊള്ളാം. എറണാകുളത്തൊക്കെ പോയപ്പോ മാറിപ്പോയാ? ഞാൻ അങ്ങനെയൊന്നുമില്ല. വാ, ഇരിക്ക്, ചോദിക്കട്ടെ, വിശേഷം ചോദിക്കട്ടെ. എന്തൊക്കെയുണ്ട്? കോളേജൊക്കെ എങ്ങനെയുണ്ട്? കോളേജൊക്കെ കൊള്ളാം. ഇപ്പം ഓക്കെ. പഠിക്കാനാ? പഠിക്കാനും കുഴപ്പമില്ല. സാൻസ്കൃതം ഉണ്ട്, അത് ചെറിയൊരു ബുദ്ധിമുട്ട്. ബാക്കി കുഴപ്പമില്ല. പിന്നെ മക്കള് ഡോക്ടറായി വന്നിട്ട് വേണം. ആന്റിന്റെ മുട്ടൊക്കെ ഇപ്പോഴേ വേദന തുടങ്ങി. അതൊക്കെ ഞാൻ സെറ്റാക്കാം. 5 വർഷം കഴിഞ്ഞല്ല സെറ്റ്. ഈ ലല്ലു ചേട്ടൻ വന്നിരുന്നല്ലേ? ആ, ലല്ലു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലേ? ഇപ്പൊ അവര് പുറത്തോട്ട് പോയിരിക്കണം. ഒരു ചേച്ചി എന്തോ വന്നു. അയ്യോ, അത് ചേച്ചിയല്ല, മക്കളെ പ്രായമേ ഉള്ളൂ. ഓ, പേരെന്താ? മേധിക. നല്ല വെച്ചാ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടിന്റെ അനിയത്തി. പക്ഷെ ഞാൻ വിചാരിക്കണേ അവര് തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടായിരിക്കും എനിക്ക് ചിലപ്പോ തോന്നും. അങ്ങനെ അവരെ ഇടപെടൽ കാണുമ്പോഴേ പിന്നെ തോന്നും അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വെങ്കൊച്ച്. അവന് പിന്നെ കല്യാണ പ്രായമൊക്കെ ആയില്ലേ? ആളുണ്ടോ? ഇല്ല, അവര് അമ്പലത്തിൽ പോകണം കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവര് രണ്ടുപേരും കൂടെ ഇവിടെയോ? ഇവിടെ അടുത്താണ്. അവിടെ ദേവീക്ഷേത്രം ഇല്ലേ? എത്തിക്കാണാൻ ചാൻസ് ഇല്ല. ഇരി, ഞാൻ പോയി വല്ലതും എടുത്തോണ്ട് മക്കള് വന്നേല്ലേ? വല്ലോ കഴിച്ചിട്ടോ? ഇല്ല, ഞാൻ പോയിട്ട് വരാം. തമ്പി എങ്ങനെ അന്വേഷിച്ചു? മക്കളെ വെള്ളം കുടിച്ചിട്ട് പോവാ. ഇല്ല, ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഞാനേ അവിടെ തുണി എടുക്കാനുണ്ട്. ഓ, ഞാൻ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. കൊറേ നേരമായി വന്നിട്ട്. ഇത് മീതു അല്ല മീതിക, ഫ്രണ്ടാണ്. എടി മുത്ത് എന്റെ ഫ്രണ്ടാണ്. ഇതുവരെ കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചു. അല്ല, ഇതെന്റെ ഡയറക്റ്റ് ഫ്രണ്ട് അല്ല, എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ. ഓ, എവിടെയാ സ്ഥലം? ഞാൻ എറണാകുളം. ഓ, അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്റേൺഷിപ്പിന്. ചേച്ചിയുടെ വീട്ടിലുണ്ട്. 2-3 ദിവസം ഇനി ഇവിടെ കാണും. ഞാൻ അവിടെ പഠിക്കണേ. എറണാകുളത്ത് നിക്കണോ? വെയിറ്റ് ചെയ്യണോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ അല്ല, കുഴപ്പമില്ല. മുത്ത് തൊഴുതിട്ട് വെയിറ്റ് ചെയ്യാം. വേണ്ട, പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. വേണ്ടേ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പോടാ. ലലു ചേട്ടാ, ഒന്നിങ്ങ വരുമോ? ഞാൻ കൂടാ. ഒരു കാര്യം. അല്ല, മേധികയില്ലേ, കൂട്ടുകാരന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. പക്ഷെ അത് അങ്ങനെ വല്ലോ അല്ലാന്ന് ഞാൻ അറിഞ്ഞ. എന്റെ സ്വഭാവം മാറും. എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഒട്ടനാണോ?